ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ജോഗ്രഫിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്താണ് റിസോഴ്സ് എന്നുള്ള കാര്യവും റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഉള്ള കാര്യം നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ റിസോഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് എന്ന റിസോഴ്സിനെ പറ്റിയിട്ടും സോയിൽ എന്ന റിസോഴ്സിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന വസ്തുക്കളാണ് നമ്മൾ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ റിസോഴ്സിനെ അങ്ങനെ വിളിക്കണമെങ്കിൽ അത് 3 കണ്ടീഷൻസ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന്, അത് ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിരിക്കണം, എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം, കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തെ റിസോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് എന്താണ്, റിസോഴ്സാണ് അല്ലേ. വീട്, ഇലക്ട്രിസിറ്റി, വെള്ളം, എയർ, ഓക്സിജൻ, അറ്റ്മോസ്ഫിയർ, നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, നമ്മളെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, നാട്ടുകാരെല്ലാം എന്ത് തന്നെയാണ്, റിസോഴ്സ് എന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, എവറിത്തിങ് അവൈലബിൾ ഇൻ അവർ എൻവയോൺമെൻറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ അവർ നീഡ്സ്. അപ്പോൾ അതിന് 3 കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇന്നുള്ള ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം റിസോഴ്സ് എന്ന് പറയുന്നത്. എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം അല്ലേ, സാമ്പത്തികമായി നടക്കുന്നൊരു കാര്യമായിരിക്കണം. അല്ലാതെ ലക്ഷങ്ങളും കോടികളും ഒക്കെ ചിലവഴിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിസോഴ്സ് എന്ന് പറയാനായിട്ട് പറ്റും ഇല്ല. കാരണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളവയായിരിക്കണം. കൾച്ചറലി അക്സെപ്റ്റബിൾ, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരാണല്ലോ അല്ലേ. അപ്പം നമുക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നമ്മൾ എന്താണെന്ന് പറയേണ്ടത്, റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലഹരി എന്ന് പറയുന്ന സാധനം, അത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് റിസോഴ്സ് ആയിരിക്കും, പക്ഷേ ഒരു സൊസൈറ്റിയിൽ അത് റിസോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഇല്ല. അപ്പോൾ അത് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസോഴ്സ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. എന്താ റിസോഴ്സ് എന്ന് വെച്ചാൽ എവറിത്തിങ് അവൈലബിൾ ഇൻ അവർ എൻവയോൺമെൻറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ അവർ നീഡ്സ്. 3 കണ്ടീഷൻസ് ആണ്. എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം, ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിരിക്കണം, കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിരിക്കും. ഇനി ഇവിടെ എന്താ പറയുന്നത്, ഓക്കെ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു റിസോഴ്സായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ്. ഏതൊരു വസ്തുവും റിസോഴ്സ് ആവണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, നമ്മൾ മനുഷ്യന്മാർക്ക് യൂസ്ഫുൾ ആയിരിക്കും, അത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആയിരിക്കണം, നമ്മുടെ കയ്യിൽ അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി വേണം. ഇനി ടെക്നോളജി മാത്രം പോരാ, അത് വെച്ച ഒരു പർപ്പസ് ഇവിടെ വേണം. ഒരു എക്സാമ്പിൾ, പെട്രോള് അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിച്ച് വണ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്രോൾ എന്നൊരു സാധനം എന്തായിട്ട് മാറിയത്, ഒരു റിസോഴ്സായിട്ട് മാറിയത് അല്ലേ. എൻവയോൺമെൻറ്റിൽ പെട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സാധനം പണ്ടേ ഉണ്ടായിരുന്നു, മനുഷ്യന്മാർ വന്ന കാലം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യകാലത്ത് അതിനുള്ള ഉപയോഗം ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എപ്പോഴാണ് ഉപയോഗം വന്നത്? നമ്മൾ IC എഞ്ചിനുകൾ കണ്ടുപിടിച്ചു അല്ല, ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകൾ കണ്ടുപിടിച്ചു, നമ്മളെ ബൈക്കിലും കാറിലൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻസ്. ഈ എഞ്ചിനുകൾ പ്രവർത്തിക്കാനായിട്ട് ഒരു ഫ്യൂവൽ വേണം, അത് നമുക്ക് ഈ ക്രൂഡ് ഓയിലാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി അത് മാത്രം മതിയോ? പോരാ. ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായി. എന്ന് വെച്ചാൽ വെഹിക്കിൾസ് നമ്മൾ കണ്ടുപിടിച്ചു, ഇത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോഴാണ് എന്തായിട്ട് മാറിയത്, ഈ ഫ്യൂവൽ എന്ന് പറയുന്ന സാധനം ഒരു റിസോഴ്സായിട്ട് മാറിയത്. അതവിടെ പറയുന്നത് ഇത് എപ്പോഴും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ടെക്നോളജിയും ഇൻസ്റ്റിറ്റ്യൂഷനും എൻവയോൺമെൻറ്റും മനുഷ്യനും തമ്മിൽ ആ ഒരു രീതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, റിസോഴ്സ് ഉണ്ടാകുന്നത്. അതായത് അവിടെ പറയുന്നത് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് തിങ്സ് അവൈലബിൾ ഇൻ അവർ എൻവയോൺമെൻറ്റ് ഇൻവോൾവ് ആൻഡ് ഇൻ്ററാക്റ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ, ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യാണ്, ഇൻ്ററാക്ട് വിത്ത് നേച്ചർ ത്രൂ ടെക്നോളജി ആൻഡ് ക്രിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ആക്സലറേറ്റ് ദെയർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പറയുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച്, മാത്രമല്ല എവിടെ നിന്ന്, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റിസോഴ്സുകൾ കിട്ടുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും റിസോഴ്സസ് ആർ എ ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനുഷ്യൻ്റെ ആക്ടിവിറ്റിയുടെ ഫലം തന്നെയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, റിസോഴ്സസ് ആർ ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, സബ്സ്റ്റാൻഷിയേറ്റ്. നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഹ്യൂമൻസ് interact with the environment through technology and create institutions. അപ്പോഴാണ് എന്താകുന്നത്, റിസോഴ്സുകൾ ഉണ്ടാകുന്നത്, അതിലൂടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ റിസോഴ്സിനകത്ത് നമ്മൾ മനുഷ്യന്മാർ പെടും, ഉറപ്പായിട്ടും പെടും അല്ലേ. ഹ്യൂമൻ ബീയിങ്സ് ദംസെൽസ് ആർ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് റിസോഴ്സ്. മനുഷ്യനും എന്ത് തന്നെയാണ്, റിസോഴ്സ് ആണല്ലേ. കാരണം ഈ പറഞ്ഞ ടെക്നോളജിയൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെയല്ലേ. അപ്പോൾ മനുഷ്യന് ഉപയോഗമുള്ളതല്ലേ. അങ്ങനെ ചുറ്റും നോക്കിയാൽ ഒരുപാട് റിസോഴ്സുകളുണ്ട്.
അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഒറിജിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം, എക്സോസ്റ്റിബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം, ഓണർഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം, സ്റ്റേറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ് അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം. 4 രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഒറിജിൻ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് കിട്ടുന്നത്? ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സ് ബയോട്ടിക്, ജീവൻ ഇല്ലാത്തതെന്ന് കിട്ടുന്നത് അബയോട്ടിക്. പ്ലാന്റ്സ് അനിമൽസ് ഒക്കെ ബയോട്ടിക്, മിനറൽസ് ഒക്കെ അബയോട്ടിക്. എക്സോസ്റ്റിബിലിറ്റി വെച്ചിട്ട് റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ആയി വരുന്ന റിസോഴ്സാണ് റിന്യൂവബിൾ റിസോഴ്സ്. നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകുന്നതാണ് എന്ത്? നോൺ റിന്യൂവബിൾ റിസോഴ്സ്. എയർ, വാട്ടർ ഇതൊക്കെ റിന്യൂവബിൾ. എന്നാലും മിനറൽസിന് എക്സാമ്പിളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പെട്രോൾ എടുക്കാം, നോൺ റിന്യൂവബിൾ ആണ്. ഇനി ഓണർഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള റിസോഴ്സ്, കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ, അമ്പലം, പള്ളി, മോസ്ക് അതൊക്കെ അതിനകത്ത് വരും, പാർക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. നാഷണൽ റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു രാജ്യത്തിൻ്റെ കയ്യിലുള്ളത്. ഇപ്പം ഇന്ത്യ രാജ്യത്തകത്തുള്ള എല്ലാ കാര്യവും ആരുടെ സ്വന്തമാണ്? ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വന്തമാണ്. ഇൻ്റർനാഷണൽ ഒരു രാജ്യത്തിലും പെടാതെ കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ അന്റാർട്ടിക്ക പോലത്തെ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കടലിനകത്ത് ഒരു നിശ്ചിത ദൂരത്തിനപ്പുറമുള്ള കടൽ ആരുടെ സ്വന്തമല്ല, അതാണ് ഇൻ്റർനാഷണലിനകത്ത് വരുന്നത്. ഔട്ടർ സ്പേസ്, ആകാശം, ഇതൊക്കെ എന്താണ്? ഇൻ്റർനാഷണൽ റിസോഴ്സായിട്ട് കണക്കാക്കാം. ഒരു രാജ്യത്തിന് പ്രത്യേക അധികാരമൊന്നുമില്ല, എന്നാൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് സംഘടനകളൊക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇനി സ്റ്റേറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് 3 തിരിക്കും. പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ടെക്നോളജി ഒന്നും ഇല്ല, എന്നാൽ ഭാവിയിൽ നമുക്ക് ടെക്നോളജി കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സാണ് പൊട്ടൻഷ്യൽ റിസോഴ്സ്. ഡെവലപ്ഡ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന റിസോഴ്സ്, നമുക്ക് അതിൻ്റെ അളവ് എത്രയെന്നറിയാം, എത്ര വർഷത്തേക്ക് നമുക്കത് ഉണ്ടാകുന്നു. ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ എക്സാമ്പിൾ എടുത്താൽ, അല്ല ഇപ്പോഴുള്ള പെട്രോളിയം ഏതാണ്ട് എത്ര കാലം വരെ ഉണ്ടാകുന്നു, അതിൻ്റെ അളവ്, അതിൻ്റെ യൂസൊക്കെ നമുക്കറിയാം. അതാണ് ഡെവലപ്ഡ് സ്റ്റോക്ക്. റിസർവ് എന്ന് വെച്ചാൽ കുറേ റിസോഴ്സുകൾ നമുക്കുണ്ട്, തൽക്കാലം നമ്മൾ തൊടുന്നില്ല, നമ്മളവിടെ ഉപയോഗിക്കാതെ വെച്ചേക്കാണ് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടൻഷ്യൽ റിസോഴ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ സോളാർ എനർജി. രാജസ്ഥാൻ പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഒരുപാട് സോളാർ എനർജി ഉണ്ട്, പക്ഷെ നമ്മൾ മൊത്തം ഹാർനസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡെവലപ്ഡ് സ്റ്റോക്കിന് പെട്രോളിയം തന്നെ പറയാം എക്സാമ്പിളായിട്ട്. റിസർവിനകത്താണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പല മൗണ്ടൻസ്, അതിനകത്തുള്ള അതിൻ്റെ അടിയിലുള്ള റിസോഴ്സുകൾ, പല പെൻസുലർ പ്ലേറ്റ്യൂസിനകത്തുള്ള റിസോഴ്സുകൾ, അതൊക്കെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കാതെ വെച്ചേക്കുകയാണ്. അതുപോലെ ഇപ്പോൾ പലയിടത്തുള്ള നാച്ചുറൽ ഗ്യാസിൻ്റെ റിസർവ്, അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? റിസർവിന് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ റിസോഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ഇവിടെ മറ്റൊരു രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ പറയുന്നുണ്ട്. സിമ്പിളാണ്. റിസോഴ്സ് നമുക്ക് 2ആയിട്ട് തിരിക്കാം. നാച്ചുറൽ റിസോഴ്സും ഹ്യൂമൻ എന്ന റിസോഴ്സും. നാച്ചുറൽ റിസോഴ്സ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. 2 ടൈപ്പ്, റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ എന്ന് വെച്ചാൽ എന്താ? ഉപയോഗിക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും വരും. 2 ടൈപ്പ് ഉണ്ട്, കണ്ടിന്യൂസ് ഓർ ഫ്ലോയും ബയോളജിക്കലും. കണ്ടിന്യൂസ് ഓർ ഫ്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ വിൻഡ്, വാട്ടർ, സൺലൈറ്റ് ഇതൊക്കെ നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇങ്ങനെ കൃത്യം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ നാച്ചുറൽ ഫിനോമിനാസ് കാരണം അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് എന്ത്? കണ്ടിന്യൂസ് ഓർ ഫ്ലോ. ബയോളജിക്കൽ എന്ന് വെച്ചാൽ ജീവനുള്ളതെന്ന് കിട്ടുന്നത്, നാച്ചുറൽ വെജിറ്റേഷൻസ്, കാട്, മറ്റു കാര്യങ്ങൾ, മൃഗങ്ങൾ, വൈൽഡ് ലൈഫ്. ഇനി നോൺ റിന്യൂവബിളോട്ട് വരുമ്പോൾ അത് റീസൈക്കിളബിളും ഉണ്ട്, നോൺ റീസൈക്കിളബിളും ഉണ്ട്. എന്ന് വെച്ചാൽ നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് വരും? മിനറൽസ് എല്ലാം നോൺ റിന്യൂവബിളാണ്, പക്ഷേ അതിൽ ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പെട്രോളിയം എന്ന് പറയുന്ന ഒരു സാധനം അത് റീയൂസ് ഒന്നുമില്ല, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ഇല്ല. അതവിടെ പറയുന്നത്. റീസൈക്കിളബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെറ്റൽസ് പോലുള്ള റിസോഴ്സ് നമുക്ക് ഒരു ആവശ്യത്തിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാം? ചെറുതായിട്ട് അത് ഉരുക്കിയൊക്കെ വീണ്ടും പല പല ഉപയോഗത്തിന് എടുക്കാൻ പറ്റും. നോൺ റീസൈക്കിളബിൾ ആണെങ്കിലോ ഫോസിൽ ഫ്യൂൽ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകും, ഒരു രക്ഷയും ഇല്ല. ഇനി ഹ്യൂമൻ റിസോഴ്സിലോട്ട് വന്നാലോ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും, മറ്റൊന്ന് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ഈ ക്വാണ്ടിറ്റി ക്വാളിറ്റി എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ക്യാരക്ടേഴ്സും ബുദ്ധിയും മറ്റു കാര്യങ്ങളും. സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ അളവ്, അവർ ജീവിക്കുന്ന സ്ഥലങ്ങൾ, അല്ല ഡെമോഗ്രഫി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എക്സാമിന് അങ്ങനെ വന്ന് കണ്ടിട്ടുമില്ല. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സ്. എന്താണ് നമ്മൾ പറഞ്ഞ റിസോഴ്സും ഡെവലപ്മെൻറ്റും? റിസോഴ്സ് എന്താണെന്ന് പഠിച്ചാൽ അടുത്ത് എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സ്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് എന്തിനാണ് റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യം എന്താണ്? ഓക്കെ, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് മനുഷ്യന്മാർ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസ് എന്ന് പറയുന്നത് നേച്ചറിൻ്റെ ഫ്രീ ഗിഫ്റ്റായിട്ട് ചുമ്മാ കിട്ടിയതല്ല, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് ഫോർ സാറ്റിസ്ഫൈങ് ദ ഗ്രീഡ് ഓഫ് ഫ്യൂ പീപ്പിൾസ്. അല്ലെ, കയ്യൂക്കുള്ള കുറേ പേർ എന്ത് ചെയ്തു? ഈ റിസോഴ്സൊക്കെ അങ്ങ് പിടിച്ചു വെച്ച് അവരെ സ്വന്തമാക്കി അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? അക്യൂമുലേഷൻ ഓഫ് വെൽത്ത് ഇൻ ഫ്യൂ ഹാൻഡ്സ് വിച്ച്
ഇൻ ടേൺ ഡിവൈഡ് ദ സൊസൈറ്റി ഇൻ ടു 2 സെഗ്മെന്റ്സ്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് അല്ലേ. കുറേ പേര് റിസോഴ്സും കൈയടക്കി വെച്ചപ്പോൾ എന്ത് പറ്റി? അവരൊക്കെ റിസോഴ്സിൻ്റെ ഉടമകളായി, അവരുള്ളവരായി, റിച്ചായി, ബാക്കിയുള്ളവരൊക്കെ എന്തായി? പൂറായി. അങ്ങനെ പണക്കാരനും പാവപ്പെട്ടവനും എന്ന് പറയുന്ന ഒരു ഡിസ്പാരിറ്റി സൊസൈറ്റിയിൽ ഉണ്ടായി. 3, ഇൻഡിസ്ക്രിമിനേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ഹാസ് ലെഡ് ടു ഗ്ലോബൽ എക്കോളജിക്കൽ ക്രൈസിസ് സച്ച് എസ് ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ലാൻഡ് ഡീഗ്രഡേഷൻ. എന്ന് വെച്ചാൽ എന്താ? ഈ പറഞ്ഞ കുറേ ആൾക്കാർ റിസോഴ്സിനൊക്കെ കൈയടക്കി വെച്ചില്ലേ, അവരെന്നിട്ട് റിസോഴ്സ് ഫ്രീ ഗിഫ്റ്റാന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപയോഗിച്ചില്ലേ. അപ്പോൾ എന്ത് പറ്റും? റിസോഴ്സ് അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും ഉണ്ടാവും. പെട്രോളും മറ്റേതും കോളും ഒക്കെ ഒരുപാട് ഉപയോഗിച്ചപ്പോൾ എന്ത് പറ്റി? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ ഉണ്ടായി. അത് എൻവയോൺമെൻറ്റിൽ പോയി ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായി. ഫ്രീയോൺ പോലെയുള്ള ഗ്യാസുകൾ അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബണൊക്കെ ഉപയോഗിച്ചപ്പോൾ എന്ത് പറ്റി? അത് ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്തു. എൻവയോൺമെൻറ്റിൽ പൊല്യൂഷൻ ഉണ്ടായി. ലാൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ ലാൻഡിന് ഡീഗ്രഡേഷൻ സംഭവിച്ചു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. സോ എന്ത് ചെയ്യണം? ഈ പരിപാടി പോയാൽ ശരിയാവത്തില്ല. ഇപ്പം എന്ത് വേണം? ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ആവശ്യമായിട്ട് മാറി. അതായത് ഇങ്ങനത്തെ രീതി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഡേഞ്ചറായിട്ട് മാറും. സോ എന്ത് ചെയ്യണം? നമുക്കൊരു ഡെവലപ്മെൻറ്റ് രീതി കൊണ്ടുവരണം. എന്താ അതിൻ്റെ പ്രത്യേകത? അത് ഡെവലപ്മെൻറ്റും കൊണ്ടുവരണം, എന്നാൽ ഈ പറയുന്ന റിസോഴ്സിന് ഡെപ്രീഷൻ സംഭവിക്കാൻ അനുവദിക്കാനും പാടില്ല. സോ അതിനെ വിളിക്കുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനം എന്ന് മലയാളത്തിൽ പറയും. ഇതാ സംഭവം. ഡെവലപ്മെന്റ് നടക്കണം, പക്ഷെ എന്താണ്? ഷുഡ് നോട്ട് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ഡാമേജിങ് ദ എൻവയോൺമെന്റ് അല്ലേ. ഷുഡ് നോട്ട് അല്ല, ഡെവലപ്മെന്റ് നടക്കണം, പക്ഷെ എന്ത് ചെയ്യണം? വിത്തൗട്ട് ഡാമേജിങ് ദ എൻവയോൺമെന്റ്. ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ പ്രസന്റ് ഷുഡ് നോട്ട് കോംപ്രമൈസ് വിത്ത് ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ. ഇന്നത്തെ ഡെവലപ്മെന്റൽ നീഡ്സ് നാളെ വരുന്ന തലമുറയ്ക്കോട് ഒരു അപകടമായിട്ട് ഉണ്ടാവാൻ പാടില്ല. പകരം നമുക്കൊരു ബോധം വേണമല്ലേ, ഇനി വരുന്നവർക്കും ഈ ഭൂമി അവർക്കും കൂടി ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്തയിലൊക്കെ വേണം എന്ത് ചെയ്യാൻ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടത്തുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ പറയുന്ന ഒരു കാര്യമാണ് റിയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സമ്മിറ്റ്. 1992 റിയോ ഡി ജനീറോയിൽ ഏതാണ്ട് 100ഓളം രാജ്യത്തിലെ ഹെഡുകൾ വന്ന് നടത്തിയ ഒരു സമ്മേളനമാണ് എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റുമാണ് ഗ്ലോബൽ ലെവലിൽ നടക്കണം. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലൊരു ബോണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്തു. അവരുണ്ടാക്കിയ ഒരു കാര്യത്തിൻ്റെ പേരാണ് അജണ്ട 21. അവർ സൈൻ ചെയ്ത ഒരു അജണ്ടയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ദ 21st സെഞ്ച്വറി, 21ാം നൂറ്റാണ്ടിലെങ്കിലും എന്ത് ചെയ്യണം? കാരണം ഈ 1992 ഒക്കെ ആയപ്പോഴാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്നിട്ട് രാജ്യങ്ങളെല്ലാവരും കുറച്ച് എക്കണോമിക്കലി റിച്ചായി. പക്ഷേ അതോടൊപ്പം തന്നെ ഈ രീതിയിൽ പോയാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം മനസ്സിലായത്. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സ്പീഷീസുകളൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതൊക്കെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. സോ എന്ത് വേണം? അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു അജണ്ട, അതായത് നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 21 പോയിന്റുകളുള്ള ഒരു അജണ്ട 21. എന്താ സംഭവം? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചീവിങ് ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ലോകം മൊത്തം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. എൻവയോൺമെൻറ്റൽ ഡാമേജും പോവർട്ടിയും ഡിസീസും ഇല്ലാതാക്കാൻ മ്യൂച്വൽ കോപ്പറേഷനും കോമൺ ഇൻട്രസ്റ്റിലും മുന്നോട്ട് വരിക. അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഓരോ ലോക്കൽ ഗവൺമെൻറ്റുകളും അവരുടേതായ ഒരു അജണ്ട 21 കൊണ്ടുവന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് അജണ്ട 21ൻ്റെ ലക്ഷ്യം. അതിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് റിസോഴ്സ് പ്ലാനിങ്. ഏതൊരു കാര്യവും പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് പറയുന്ന പോലെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ നമ്മൾ പ്ലാനിങ്ങിലൂടെ വേണം ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം, നമ്മുടെ ഇവിടെ ഉള്ള റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള റിസോഴ്സാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലവും ഒരുപോലെ അല്ല. ഫിസിയോഗ്രഫിക്കലി ഒരുപാട് വ്യത്യാസമുള്ള സ്ഥലങ്ങൾ ചേർന്ന് വരുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുക, ചില റീജിയൻസിൽ നമുക്ക് ഒരുപാട് റിസോഴ്സുകളുമുണ്ട്, അവർ സെൽഫ് സഫീഷ്യൻറ്റുമാണ്. എന്നാൽ മറ്റു പല സ്ഥലങ്ങളും എന്താണ്? അങ്ങനെ അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് മിനറൽസും കോൾ ഡെപ്പോസിറ്റും ഉള്ളൊരു സ്ഥലമാണ്. എന്നാൽ അരുണാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളൊക്കെ എന്താണ്? വാട്ടർ റിസോഴ്സുകൾ കൊണ്ട് ഒരുപാട് ഡെവലപ്ഡ് ആയ സ്ഥലമാണ്. പക്ഷേ ഇവിടെ രണ്ടിടത്തും എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ്. രാജസ്ഥാൻ സോളാർ വിൻഡ് എനർജികൾ ഒരുപാടുണ്ട്, പക്ഷേ എന്താണ്? വാട്ടർ റിസോഴ്സ് ഇല്ല. ലഡാക്ക് പോലുള്ള റിസോഴ്സ് ഡെസേർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ്? മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ എന്താ സംഭവം? ചില സ്ഥലങ്ങളിൽ ഒരുപാട് മിനറലുണ്ട്, ടെക്നോളജി ഇല്ല. ചിലയിടത്ത് വാട്ടർ ഉണ്ട്, വിൻഡിൽ സോളാർ എനർജി അങ്ങനത്തെ എനർജി ഇല്ല. ചിലയിടത്ത് സോളാറും വിൻഡും ഉണ്ട്, വാട്ടർ ഇല്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ലാതെ പോകും. സോ എന്ത് ചെയ്യണം? ഒരു ബാലൻസ്ഡ് റിസോഴ്സ് പ്ലാനിങ് കൊണ്ടുവന്നാലേ നാഷണൽ എന്ത് ചെയ്യുള്ളൂ? ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി.
അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് നോക്കാനായിട്ട് പോകും. ഇന്ത്യയിലെ റിസോഴ്സ് പ്ലാനിങ് നടക്കുന്നത് പ്രധാനമായിട്ടും 3 ഘട്ടത്തിലാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇൻവെന്ററി ഓഫ് റിസോഴ്സസ് അക്രോസ് ദ റീജിയൻസ് ഓഫ് ദ കൺട്രി. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെ എന്തൊക്കെ റിസോഴ്സാണെന്നുള്ളത് കണ്ടെത്തുക, ഐഡന്റിഫിക്കേഷൻ. ഇൻവെന്ററി എഴുതി അതിനെ ഒരു ടേബിളാക്കി കോളമാക്കി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. എങ്ങനെയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്ന, സർവേ ചെയ്യുക. മാപ്പിംഗ്, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള എസ്റ്റിമേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കാര്യം ചെയ്യാനായിട്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്താ, ഇവോൾവിങ് എ പ്ലാനിങ് സ്ട്രക്ചർ എൻഡോഡ് വിത്ത് അപ്രോപ്രിയേറ്റ് ടെക്നോളജി, സ്കിൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ഫോർ ഇംപ്ലിമെന്റിങ് റിസോഴ്സ് ഡെവലപ്മെന്റൽ പ്ലാൻസ്. അല്ലേ, നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി ഉപയോഗിച്ച്, സ്കില്ല് ഉപയോഗിച്ച് അപ്രോപ്രിയേറ്റ് ആയ ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു പ്ലാനിങ് സ്ട്രക്ചർ ഉണ്ടാക്കുക. 3, മാച്ചിങ് ദ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്ലാൻ വിത്ത് ഓവറോൾ നാഷണൽ ഡെവലപ്മെന്റ് പ്ലാൻ. അല്ലേ, നമുക്കറിയാം ഓരോ വർഷവും നമ്മൾ 5 ഇയർ പ്ലാനുകളൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ പ്ലാനുകളൊക്കെ എന്താണ്, ഒരു നിശ്ചിത എയിം ഉണ്ടാവും. അപ്പോൾ അതുപോലെ റിസോഴ്സ് പ്ലാനിങ്ങിനും ഒരു മെത്തേഡ് ഒരു ഐഡന്റിഫൈ ചെയ്ത് ഒരു പ്ലാനിങ് ഉണ്ടാക്കി നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ പ്ലാനിങ്ങുമായിട്ട് അത് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് റിസോഴ്സ് പ്ലാനിങ് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യയിൽ നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ തൊട്ട് തന്നെ ഈ പറയുന്ന റിസോഴ്സ് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സ്ഥലം ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ റീജിയൻ ഡെവലപ്പ് ആവണമെങ്കിൽ അവിടെ എന്ത് മാത്രം പോരാ, റിസോഴ്സ് മാത്രം പോരാ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്മെന്റ് ഉണ്ടാകാനായിട്ട് പറ്റുള്ളൂ. അതായത് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇല്ല എങ്കിൽ അവിടെ എന്തുണ്ടാകണമെന്നില്ല, ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്ന് ഇല്ല. അതായത് ചില റീജിയൻസിൽ റിസോഴ്സ് ഉണ്ട്, ടെക്നോളജി ഇല്ല. ചില സ്ഥലത്താണെങ്കിലോ റിസോഴ്സ് ഇല്ലാതെയും അവിടെ എന്ത് ചെയ്യും, ടെക്നോളജിക്ക് ഡെവലപ്മെന്റ് ഉണ്ട്. സോ ഇവർ തമ്മിലൊരു മിസ്മാച്ച് ഉണ്ട്. അപ്പോൾ ആ മിസ്മാച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അല്ലേ, മറ്റ് ഫോറിൻ ആൾക്കാർ ഇന്ത്യയിലോട്ട് വന്ന എന്തിനു വേണ്ടിയിട്ടാണ്, പ്രധാനമായിട്ടും നമ്മളുള്ള റിസോഴ്സുകൾ കണ്ടിട്ടാണ്. പക്ഷെ അവർക്കപ്പോൾ എന്തായിരുന്നു അവരുടെ അഡ്വാൻറ്റേജ്, അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, നല്ല ടെക്നോളജി ഉണ്ടായിരുന്നു. അല്ലേ, ഈ പറയുന്ന പോർച്ചുഗലും ഡച്ചും ഫ്രഞ്ചും ബ്രിട്ടീഷും ഒക്കെ വന്ന് ഇവിടെ ഭരിച്ചത് എന്തുകൊണ്ടാണ്, നമ്മളെക്കാൾ കൂടുതൽ ടെക്നോളജി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെക്നോളജി അവരെ എന്ത് ചെയ്യാൻ സഹായിച്ചു, റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സഹായിച്ചു. മാത്രമല്ല ഇന്ത്യയിലുള്ള പല റിസോഴ്സുകൾക്കും ഒരു ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയതും ഇവരുടെ ഈ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും, റിസോഴ്സസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഡെവലപ്മെന്റ് ഓൺലി വെൻ ദേ ആർ അക്കമ്പനീഡ് ബൈ അപ്രോപ്രിയേറ്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ്. അല്ലേ, റിസോഴ്സ് അങ്ങനെ മാറണമെങ്കിൽ എന്ത് വേണം, ടെക്നോളജി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇൻ ഇന്ത്യ, development in general and resource development in particular does not only involve the availability of resources but also the technology, quality of human resources and historical experience of the people. So ഇത്രയാണ് റിസോഴ്സ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്. സോ എന്താണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റിസോഴ്സിനെ നമുക്ക് കൺസർവ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്. നമ്മൾ ഹ്യൂമൻസിൻ്റെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഏതെടുത്താലും അത് റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇറാഷണലായിട്ടും ഓവറായിട്ടും നമ്മൾ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്ന കാരണം നമുക്കറിയാം പലതരത്തിലുള്ള സോഷ്യോ എക്കണോമിക് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ റിസോഴ്സിൻ്റെ ഓവർ യൂട്ടിലൈസേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്, അല്ലെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. രണ്ടാമത് വരുന്നതാണ് എന്ത്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രശ്നക്കാരനാരാണ്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ആണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ അതിനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്, അത് റിസോഴ്സിൻ്റെ കൺസർവേഷനാണ്. പല വേൾഡ് ലീഡേഴ്സും ഈ പറയുന്ന റിസോഴ്സ് കൺസർവേഷനെ പറ്റിയിട്ട് വളരെയധികം എന്താണ് അവർ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ആൾ ആരാണ്, നമ്മുടെ മഹാത്മാ ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, there is enough for everybody's need and not for anybody's greed. എന്ന് വെച്ചാൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ളതുണ്ട്, പക്ഷേ അത്യാഗ്രഹത്തിനുള്ളതല്ല. അതായത് മഹാത്മാഗാന്ധി പറയുന്നതനുസരിച്ച് ഗ്രീഡും സെൽഫിഷ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ടെക്നോളജി കൊണ്ടുള്ള ഓവറായിട്ടുള്ള യൂട്ടിലൈസേഷനുമാണ് എന്ത്, പ്രധാനമായിട്ടും റിസോഴ്സ് ഡിപ്ലീഷന് കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു മഹാത്മാഗാന്ധി, വാട്ട് ആർ ദ റീസൺസ് ഫോർ റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും, ഒന്ന് ഗ്രീഡിയും സെൽഫിഷും ആയിട്ടുള്ള വ്യക്തികൾ, അല്ലേ, ഗ്രീഡിയാണ്, അവർ സെൽഫിഷാണ്. അതുപോലെ തന്നെ അവരുടെ കൈ കിട്ടിയിട്ടുള്ള പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്,
ആ ടെക്നോളജിയുടെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചർ, ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? റിസോഴ്സിൻ്റെ ഡിപ്ലീഷന് കാരണമാകുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഗാന്ധിജി മാത്രമല്ല, വേൾഡിലുള്ള മറ്റ് ലീഡേഴ്സും മറ്റ് ആൾക്കാരും മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സ് കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലോബൽ ലെവലിൽ നടന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. 1968 ആരംഭിക്കുന്ന ഒരു സംഘടനയാണ് ക്ലബ് ഓഫ് റോം. ക്ലബ് ഓഫ് റോം ഇറ്റലിയിൽ ആരംഭിക്കുന്ന ഒരു സംഘടനയാണ്. അതൊരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ പറയുന്ന ഗ്ലോബലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ക്ലബ് ഓഫ് റോമിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് റിസോഴ്സ് കൺസർവേഷൻ വേണം എന്നുള്ളൊരു കാര്യം ഒരു ഗ്ലോബൽ ലെവലിൽ അതിന് വേണ്ടിയിട്ട് വന്നൊരു സംഘടനയായിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാം? ക്ലബ് ഓഫ് റോമിനെ കണക്കാക്കാം. അപ്പോൾ ആദ്യമായിട്ട് റിസോഴ്സ് കൺസർവേഷന് വേണ്ടിയിട്ട് വന്നൊരു സംഘടനയാണെന്ത്? ക്ലബ് ഓഫ് റോം. വരുന്ന വർഷം 1968. ഓക്കെ, നെക്സ്റ്റ് 1974 ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണ്. ബുക്കിൻ്റെ പേരാണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. അത് എഴുതിയത് ആരാണ്? അത് എഴുതിയത് ഷൂമാക്കർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഇത് ഗാന്ധിയൻ ഫിലോസഫി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഗാന്ധിയൻ ഫിലോസഫി എന്താ പറഞ്ഞത്? ഗ്രീഡി നേച്ചറും എക്സ്പ്ലോയിറ്റീവ് നേച്ചർ ഓഫ് ദ ടെക്നോളജിയും സെൽഫിഷ്നെസ് ഓഫ് ദ ഇൻഡിവിജ്വൽസും ഒക്കെയാണ് ദ റിസോഴ്സിൻ്റെ ഡെപ്ലീഷന് കാരണമെന്ന് പറയും. അപ്പോൾ രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1987 നടന്ന ബ്രൺലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ബ്രൺലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഏത് കമ്മീഷൻ റിപ്പോർട്ടിലാണ്? ഈ പറയുന്ന ബ്രൺലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിലാണ്. അങ്ങനെ ആ റിപ്പോർട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തൊരു ബുക്കിൻ്റെ പേരാണ് അവർ കോമൺ ഫ്യൂച്ചർ. അവസാനമായിട്ട് നമുക്ക് പറയേണ്ടത് നമ്മുടെ എർത്ത് സമ്മിറ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകളൊന്ന് നോക്കുക. ഇപ്പോൾ വേൾഡ് ലീഡേഴ്സ് എല്ലാം തന്നെ എന്താണ്? റിസോഴ്സ് കൺസർവേഷനെ പറ്റിയിട്ട് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് 1968 വരുന്നത് ക്ലബ് ഓഫ് റോം, 74 വരുന്നത് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന ബുക്ക് എഴുതിയത് ഷൂമാക്കർ, 1987 ബ്രൺലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്, എന്താ ഇമ്പോർട്ടൻസ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റി പറഞ്ഞു. 1992 നമ്മുടെ എർത്ത് സമ്മിറ്റ് അജണ്ട 21 കൊണ്ടുവന്നത് ഈ ഒരു സമ്മിറ്റിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ലാൻഡ് റിസോഴ്സിനെ പറ്റിയിട്ടാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.